നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി മാള ഗ്രാമപഞ്ചായത്ത് വലിയ പറമ്പ് സ്റ്റേഡിയം നിർമ്മാണോദ്ഘാടനം നടന്നു. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയപാത വികസനത്തിന്റെ പേരും പറഞ്ഞ് കൊരട്ടി മേഖലയിൽ നടക്കുന്ന അശാസ്ത്രീയ നിർമ്മാണ പ്രവൃത്തികൾക്കെതിരെ സേവ് കൊരട്ടി കൂട്ടായ്മ ഉപവാസ സമരം സംഘടിപ്പിച്ചു. ദേശീയപാതയിലൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് പ്രശ്നങ്ങളിൽ ഇടപെടാൻ തയ്യാറായില്ലെന്ന് സനീഷ് കുമാർ ജോസഫ് MLA. കാപ്പ നാടുകടത്തൽ ഉത്തരവ് ലംഘിച്ചതിന് ബേജാർ നബീലിനെ അറസ്റ്റ് ചെയ്തു. 2025 ഓഗസ്റ്റ് 13 മുതൽ 6 മാസക്കാലത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നത് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് പ്രകാരം വിലക്കിയ SN പുരം പതിയാശ്ശേരി സ്വദേശി പുതിയ വീട്ടിൽ നബീലിനെയാണ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി മാള ഗ്രാമപഞ്ചായത്ത് വലിയ പറമ്പ് സ്റ്റേഡിയം നിർമ്മാണോദ്ഘാടനം നടന്നു. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തെ 50 വർഷം മുന്നിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞ ഗ്രാമങ്ങളിൽ ചെന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാവും. പട്ടണങ്ങളിൽ വേറെ ഓരോ മേഖലയിൽ പ്രത്യേകം എടുത്താൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ സംസ്ഥാന കായിക വകുപ്പ് ശ്രമിക്കുന്നത് സംസ്ഥാനത്തെ പൊതുവിനോട് കായിക ക്ഷേമ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുവരികയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളം ഉണ്ടാവണമെന്നുള്ള ഒരാശയം സർക്കാർ മുന്നോട്ട് വെക്കുകയും അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. MLA-മാരുടെ ആസ്തി വികസന ഫണ്ടിൽ പദ്ധതിയും കായിക വകുപ്പിൻ്റെ പദ്ധതിയും ചേർത്താണ് 1 കോടി രൂപ നമ്മൾ സമാഹരിക്കുന്നത്. നമ്മുടെ MLA-മാരൊക്കെ തന്നെ നല്ല രീതിയിൽ ഇതിനോട് സഹായിക്കേണ്ട വെളിച്ചത്തിലാണ് ഇന്ന് കേരളത്തിൽ 450 പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് സ്വന്തമായി കളിക്കളം ഇല്ലാതിരുന്നത്. MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും ഉൾപ്പെടുത്തി 1 കോടി രൂപയാണ് പദ്ധതിക്ക് അനുവദിച്ചിരിക്കുന്നത്. പദ്ധതിയിൽ ഗ്രൗണ്ട് ഡെവലപ്മെന്റ്, ഗാലറി, ടോയ്ലറ്റ് കം ചേഞ്ച് റൂം, ഡ്രെയിൻ, ഫെൻസിംഗ്, സ്പോർട്സ് ഉപകരണങ്ങൾ, ബോർവെൽ, അനുബന്ധ ഇലക്ട്രിക് പ്രവൃത്തികൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി, മാള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സിനി ബെന്നി, ജയ ബിജു, നബീസത്ത് ജലീൽ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ദേശീയപാത വികസനത്തിന്റെ പേരും പറഞ്ഞ് കൊരട്ടി മേഖലയിൽ നടക്കുന്ന അശാസ്ത്രീയ നിർമ്മാണ പ്രവൃത്തികൾക്കെതിരെ സേവ് കൊരട്ടി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൊരട്ടി ജംഗ്ഷനിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്കതീതമായി മുഴുവൻ ജനവിഭാഗങ്ങളെയും ഒരു ബാനറിനു കീഴിൽ അണിനിരത്തിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരെ ഉപവാസ സമരം സംഘടിപ്പിച്ചത്. കൊരട്ടിയിൽ പൂർണ്ണ രൂപത്തിലുള്ള മേൽപ്പാലം അനുവദിക്കുക, പൊങ്ങം മുതൽ മുരിങ്ങൂർ വരെ തുടർച്ചയായി സർവീസ് റോഡ് ഒരുക്കുക, സർവീസ് റോഡിന്റെയും ചിറങ്ങരയിലെയും മുരിങ്ങൂരിലെയും അടിപ്പാതകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചതിനു ശേഷം മാത്രം കൊരട്ടിയിലെ മേൽപ്പാലത്തിന്റെ പണികൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു രാവിലെ മുതൽ വൈകിട്ട് 5 വരെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മാസങ്ങളായി തുടരുന്ന ഗതാഗതക്കുരുക്കിന് നാളിതുവരെ പരിഹാരം കാണാൻ കഴിയാത്തത് അധികൃതരുടെ കഴിവുകേടും നിസ്സംഗതയും ദീർഘവീക്ഷണമില്ലായ്മയുമാണെന്ന് സമരത്തിൽ വിമർശനമുയർന്നു. ഉപവാസ സമരം പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു ഉദ്ഘാടനം ചെയ്തു. സേവ് കൊരട്ടി ചെയർമാൻ തോമസ് നാൽപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. യൂജിൻ മൊറേലി, ലീല സുബ്രഹ്മണ്യൻ, ഡെന്നിസ് K ആന്റണി, അഡ്വക്കേറ്റ് KR സുമേഷ്, ഫാദർ ലിജോ കുരിയേടൻ, ഷിഹാബ് മുസ്ലിയാർ, വർഗീസ് തച്ചുപറമ്പൻ, ബിജോയ് പെരേപ്പാടൻ, AA ബിജു, സജിത്, ജോസ് ആറ്റുപുറം, OJ ഫ്രാൻസിസ്, സുന്ദരൻ പനങ്കൂട്ടത്തിൽ, ഷിജു ജോർജ്, ജോസഫ് വർഗീസ്, ഡോക്ടർ ജോജോ നാൽപ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു. സമാപന സമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത 544 മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര മേഖലകളിൽ നടക്കുന്ന അശാസ്ത്രീയ നിർമ്മാണത്തിൽ ഇടപെടാനും പരിഹാരം കാണാനും ജില്ലയിലെ മന്ത്രിമാരെന്ന നിലയിൽ K രാജനും പ്രൊഫസർ R ബിന്ദുവും തയ്യാറാകാത്തതിനെതിരെ MLA രൂക്ഷ വിമർശനമുയർത്തി. ചാലക്കുടിയുടെ MLA അല്ലാതെ ഈ പറയുന്ന ഏതെങ്കിലും ജനപ്രതിനിധികൾ K രാജനോ ഈ പറയുന്ന KK രാമേന്ദ്രനുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ നമുക്കറിയാലോ, ദേശീയപാതയുമായി ബന്ധപ്പെട്ട് എന്തോരം തള്ളലുകളാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്.
കെ റിയാസ് പറയുന്നു ഞാനാണ് ദേശീയപാത കൊണ്ടുവന്നത് എന്ന് പറയുന്നു. മുഖ്യമന്ത്രി പറയുന്നു ദേശീയപാത ഞങ്ങളാണ് പണിതത്, ഞങ്ങളില്ലെങ്കിൽ ദേശീയപാത ഉണ്ടാകില്ല എന്ന് പറയുന്നു. എന്തേ ഈ പ്രശ്നങ്ങളൊന്നും ഇവരാരും കാണുന്നില്ലേ? ഈ റിയാസ് എത്ര തവണ ഈ വഴിയിലൂടെ കടന്നുപോയി? ഒരു തവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് വിളിക്കാനോ എന്തെങ്കിലും ഇതിൽ ഇടപെടാനോ തയ്യാറായിട്ടുണ്ടോ? ദേശീയപാതയിലൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് പ്രശ്നങ്ങളിൽ ഇടപെടാൻ തയ്യാറായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഹെലികോപ്റ്ററും ട്രെയിനും ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കില്ലാതെ വഴിയൊരുക്കാൻ പോലീസുമുള്ളപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇതൊന്നും വലിയ കാര്യമല്ലെന്നും അദ്ദേഹം പരിഹസിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. കാപ്പ നാടുകടത്തൽ ഉത്തരവ് ലംഘിച്ചതിന് സ്റ്റേഷൻ റൌഡിയായ ബേജാർ നബീലിനെ അറസ്റ്റ് ചെയ്തു. 2025 ഓഗസ്റ്റ് 13 മുതൽ 6 മാസക്കാലത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നത് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് പ്രകാരം വിലക്കിയ ബേജാർ എന്നറിയപ്പെടുന്ന SN പുരം പതിയാശ്ശേരി സ്വദേശി പുതിയ വീട്ടിൽ നബീലിനെയാണ് ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ചതിനെ തുടർന്ന് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നബീൽ മതിലകം, എറണാകുളം എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി വധശ്രമം, അടിപിടി എന്നിങ്ങനെയുള്ള 7 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഇൻസ്പെക്ടർ BK അരുൺ, SI കശ്യപൻ, ASI ഉമേഷ്, CPOമാരായ വിഷ്ണു, സജിത്ത്, അബീഷ് എബ്രഹാം, സുമേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കാപ്പ നിയമലംഘനം നടത്തുന്നവരെ കണ്ടെത്തി ശക്തമായ നടപടികൾ തുടർന്നും സ്വീകരിക്കുമെന്ന് തൃശൂർ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS അറിയിച്ചു. പാറക്കടവ് സർവീസ് സഹകരണ ബാങ്ക് പ്രത്യാശ പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ കിടപ്പ് രോഗികൾക്ക് സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു. ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഓണക്കിറ്റും ഓണക്കോടിയും വിതരണോദ്ഘാടനം നടന്നു. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV പ്രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദമായ കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് നമുക്കൊന്നും പരിഹരിക്കാൻ കഴിയുന്നതല്ല. ഇത് ഒന്ന്, വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള വളണ്ടിയർ വേണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു നഴ്സിന്റെ പരിചരണം എന്നതിനേക്കാൾ അപ്പുറത്ത് അവരെ മാനസികമായി പിന്തുണ കൊടുക്കാൻ കഴിയാവുന്ന കൗൺസിലർമാരുടെ സേവനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിത്യം പോകുന്ന രോഗിക്ക് കൊടുക്കുന്നതാണ്. അങ്ങനെയല്ല ഇപ്പോൾ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ളൊരു ചികിത്സ കൊണ്ടുള്ളൊരു ചികിത്സാ സമ്പ്രദായമായി പാലിയേറ്റീവ് മെഡിസിൻ മാറിയിട്ടുണ്ട്. അപ്പൊ ആ സാധ്യത അതിന് തിരിച്ചു വരും. അതിന് ആരുടെയാണ് ഉത്തരവാദിത്വം എന്ന് ചോദിച്ചാൽ അത് ആ രക്ഷാകർത്താക്കളുടെ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമായി ഇപ്പോൾ നിലനിൽക്കുന്നു എന്നിടത്താണ് നമ്മുടെ പ്രസക്തി. ബാങ്ക് പ്രസിഡന്റ് VN അജയ്കുമാർ അധ്യക്ഷനായി. ഹൃദയപൂർവ്വം സ്നേഹസ്പർശം യാത്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ആലുവ സർക്കിൾ സഹകരണ യൂണിയൻ അംഗം KR വിൻസെന്റ്, പഞ്ചായത്ത് അംഗം ആശാ ദിനേശൻ, ബാങ്ക് സെക്രട്ടറി അനിത P നായർ, ബാങ്ക് ഭരണസമിതി അംഗം യമുന ബാബു, മുൻ ബാങ്ക് പ്രസിഡന്റുമാരായ MK പ്രകാശൻ, CN സാബു, CA പോളച്ചൻ എന്നിവർ സംസാരിച്ചു. സമഗ്ര ശിക്ഷ കേരളം BRC മാള ഓണപ്പറവുകൾ എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കും. അതിയായ സന്തോഷമുണ്ട്. ഇനി കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ വിനോദ പ്രസിഡന്റ് എല്ലാം തന്നെ ഇവിടെ പറഞ്ഞു. പിന്നെ PRC ടീച്ചർ ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇവിടെ വിളിക്കാറുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ബ്ലോക്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞ കുട്ടികളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അവരുടെ കലാപരിപാടികളും എല്ലാം തന്നെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങൾ, ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി, ഈ ഓണാഘോഷ പരിപാടി ഇത്രയും വിജയകരമാക്കാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ടീച്ചർക്കും അതുപോലെ ഇവിടുത്തെ അധ്യാപകർക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ സ്നേഹം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ ഓണപ്പറവുകൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം സുധീഷ്, കലാഭവൻ ജയൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. അധ്യാപിക വിദ്യ, BPC ഡോക്ടർ P ലീജു, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിര സമിതി ചെയർമാൻ K ഇക്ബാൽ, വാർഡ് മെമ്പർ ഷീജ, മുഹമ്മദ് ഷാഫി, ജോജി തോമസ് മേലേടത്ത് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പുരസ്കാരം നേടിയ അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദിനെ ആദരിച്ചു. തുടർന്ന് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് ഓണാഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. രാജീവ് സ്വയംഭരണത്തിന്
ഒരു അവസരമുള്ളത് ഞാൻ അതേറെ അവസരം ഞങ്ങളുടെ ചാൻസ് രാജ്യം തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ എന്തായാലും എല്ലാവരും സമരസമിതിയുടെ ഈ ഓണം വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും തന്നെ ഒന്നിനൊന്നിച്ച് മത്സരമാണ് സ്വന്തമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ആദ്യമേ തന്നെ ഐശ്വര്യവും സമരസമിതിയിൽ തന്നെ ഓണത്തിന്റെ എല്ലാവരുടെ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇനിയും ഒട്ടനവധി ഓണം വളരെ സമരസമിതിയിൽ. വൈസ് പ്രസിഡന്റ് രജനി മനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരസമിതി അധ്യക്ഷരായ ബിജി വിൽസൺ, PS സന്തോഷ് കുമാർ, സണ്ണി കൂട്ടാല, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി മാള ഗ്രാമപഞ്ചായത്ത് വലിയ പറമ്പ് സ്റ്റേഡിയം നിർമ്മാണോദ്ഘാടനം നടന്നു. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയപാത വികസനത്തിന്റെ പേരും പറഞ്ഞ് കൊരട്ടി മേഖലയിൽ നടക്കുന്ന അശാസ്ത്രീയ നിർമ്മാണ പ്രവൃത്തികൾക്കെതിരെ സേവ് കൊരട്ടി കൂട്ടായ്മ ഉപവാസ സമരം സംഘടിപ്പിച്ചു. ദേശീയപാതയിലൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് പ്രശ്നങ്ങളിൽ ഇടപെടാൻ തയ്യാറായില്ലെന്ന് സനീഷ് കുമാർ ജോസഫ് MLA. കാപ്പ നാടുകടത്തൽ ഉത്തരവ് ലംഘിച്ചതിന് ബേജാർ നബീലിനെ അറസ്റ്റ് ചെയ്തു. 2025 ഓഗസ്റ്റ് 13 മുതൽ 6 മാസക്കാലത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നത് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് പ്രകാരം വിലക്കിയ SN പുരം പതിയാശ്ശേരി സ്വദേശി പുതിയ വീട്ടിൽ നബീലിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.